ഹായ്, വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് റിപ്പോർട്ട് യൂസിങ് നെയിം മാനേജർ, ഡാറ്റ വാലിഡേഷൻ ആൻഡ് സമ്മിക് ഫോർമുല. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം, നമ്മളൊരു ഡാറ്റേനെ നമ്മൾ ഓരോ ബ്രാൻഡ് വൈസും ഐറ്റം വൈസും നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. വളരെ ക്വിക്കായിട്ട് തന്നെ ക്വാണ്ടിറ്റിയും എമൗണ്ടും ഓരോന്നും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് വലിയ ഡാറ്റയാണ്. ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ഫയലാണിത്. ഡാറ്റ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മുമ്പുള്ള ഫയലാണ്. ഇതിനെ നമ്മൾ ഫുൾ ഡാറ്റ സെലക്ട് ചെയ്തിട്ട് ഇതിന് നെയിം മാനേജർ എന്നൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ബിക്കോസ് നമുക്ക് ഫോർമുല റൈറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിന് വേണ്ടിയാണ് നെയിം മാനേജർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്ത് ഫോർമുലാസിൽ വന്ന് നെയിം മാനേജറിൽ ക്രിയേറ്റ് ഫ്രം സെലക്ഷനിൽ ടോപ്പ് റോ സെലക്ട് ചെയ്യുക. ടോപ്പ് റോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ കോളത്തിൻ്റെയും റേഞ്ച് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ്, കസ്റ്റമർ, ഐറ്റം ആയിട്ട് ഓട്ടോമാറ്റിക് ചേഞ്ച് ആവും. ഇനി ഇതിനെ നമ്മൾ ഈ ബ്രാൻഡ് നെയിമിനെ ഡാറ്റ ഫുൾ സെലക്ട് ചെയ്തിട്ട് എൽ കോളത്തിൽ പേസ്റ്റ് ചെയ്ത് ഇതിൻ്റെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ചെയ്യണം. ഡാറ്റയിൽ പോയി റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂസ് എല്ലാം റിമൂവ് ആവും. ഇപ്പോൾ നമുക്ക് യൂണിക് ആയിട്ടുള്ള 5 എലമെൻറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിനെ ഡാറ്റ വാലിഡേഷൻ വെച്ച് നമ്മളൊരു ഓപ്ഷൻ ചെയ്യണം. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്ത് അതുപോലെ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യണം. സോഴ്സിൽ വന്ന് നമ്മൾ ഈ എൽ കോളത്തിലുള്ള എലമെൻറ്റ് പിക്ക് ചെയ്യണം. ഓക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായി. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓരോ ബ്രാൻഡ് വൈസും സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന് നമുക്ക് ഇവിടെ ഈ ബ്രാൻഡുകൾക്ക് വേണ്ടത് നമ്മൾ മുമ്പ് റിപ്പോർട്ടിൽ കണ്ട പോലെ ക്വാണ്ടിറ്റി, എമൗണ്ട് വൈസ് ഉള്ള ഫിഗറാണ് നമുക്ക് റിക്വയർമെൻറ്റ്. ഇവിടെ ക്വാണ്ടിറ്റിയും ടൈപ്പ് ചെയ്ത് എമൗണ്ട് ടൈപ്പ് ചെയ്ത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോർമുല ടൈപ്പ് ചെയ്യാൻ പോകണം. ഇവിടെ നമ്മൾ സിംഗിൾ ക്രൈറ്റീരിയന് പിക്ക് ചെയ്തുകൊണ്ട് നമ്മളിവിടെ സമ്മിക് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. കാരണം മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ഇല്ല. അപ്പോൾ സമ്മിക് ഫോർമുല ഉപയോഗിക്കും. സമ്മിക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് റേഞ്ച് സെലക്ട് ചെയ്യുക. റേഞ്ച് ബ്രാൻഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ബ്രാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ കാണാം ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ ഹൈലൈറ്റ് കാണാം. ഇവിടെ ഐറ്റം ആയിട്ട് നമ്മൾ ക്രൈറ്റീരിയ ആയിട്ട് സാംസങ് സെലക്ട് ചെയ്യുന്നു. M3 ക്വാണ്ടിറ്റി നമുക്ക് ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. ഇതേപോലെ തന്നെ നെക്സ്റ്റ് കോളത്തിലും എമൗണ്ട് സെലക്ട് ചെയ്യുന്നു. സമ്മിക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബ്രാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റേഞ്ച് സെലക്ട് ചെയ്യും. ഇതുപോലെ സാംസങ്ങിൻ്റെ ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുക, എമൗണ്ട് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ റേഞ്ച് കിട്ടി. ഇനി ഇവിടെ ഞാൻ ഇതിനെ കാണാതിരിക്കാൻ വേണ്ടി റിപ്പോർട്ട് ആണെങ്കിൽ ഫോണ്ട് കളർ വൈറ്റ് ആക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ ബ്രാൻഡിൻ്റെ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു. ഇതിനെ നമ്മൾ ബോർഡർക്ക് ക്രിയേറ്റ് ചെയ്ത് റിപ്പോർട്ടിന് കുറവുകൂടിയും ഒരു അട്രാക്റ്റീവ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം നമ്മൾ. അപ്പോൾ ഇതിനെ നമുക്ക് ഇത്രയും ബോർഡറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഓൾ ബോർഡേഴ്സ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഡ്രോപ്പ് ഡൗണിന് സെലക്ട് ചെയ്യുന്നതോറും ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയും എമൗണ്ട് ചേഞ്ച് ചെയ്യും. ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഐറ്റം വൈസും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇത്രയും വലിയ ഡാറ്റയുടെ നമുക്ക് ഓരോ ഐറ്റത്തിൻ്റെയും എമൗണ്ട് കിട്ടാനും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. ഇതുപോലെ ഐറ്റത്തിന് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുമ്പ് ചെയ്തിരുന്ന സെയിം സിനാരിയോ തന്നെയാണ്. ഡാറ്റ സെലക്ട് ചെയ്ത് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. കണ്ടിന്യൂ വിത്ത് കറണ്ട് സെലക്ഷൻ. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ചെയ്ത് ഓക്കെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഒരു 20 items ആണുള്ളത്. ഈ 20 items നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാണ് ഡാറ്റ വാലിഡേഷൻ ത്രൂ. ഇവിടെ ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്ത് അലോയിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ സോഴ്സിൽ നമുക്ക് എലമെൻറ്റ് ഫുൾ സെലക്ട് ചെയ്യണം. ദാറ്റ് റേഞ്ച് ഫുൾ സെലക്ട് ചെയ്ത് ഓക്കെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഓരോ ഐറ്റം വൈസ് ഇവിടെ ലഭിക്കും. ഓക്കെ, നമ്മൾ മുമ്പ് ചെയ്ത അതേ ഫോർമുല തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ ബ്രാൻഡിന് പകരം ഐറ്റം സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫോർമുലസ് എല്ലാം സെയിം തന്നെ. ഇപ്പോൾ സമ്മിക് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് റേഞ്ചിലൊരു ഐറ്റം സെലക്ട് ചെയ്യണം. ഗാലക്സിനെ നമ്മൾ ഗാലക്സി J70 അത് M7 ഏതാണ് അവിടെ വരുന്നത് അത് സെലക്ട് ചെയ്യണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇതേപോലെ തന്നെ സെയിം തന്നെ സമ്മിക് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ നമ്മൾ റേഞ്ചിന് ഐറ്റം സെലക്ട് ചെയ്തു. ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് M10 സെലക്ട് ചെയ്തു. ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എമൗണ്ട് ലഭിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഡ്രോപ്പ് ഡൗണിൽ നമ്മൾ ഓരോ ഐറ്റം ചേഞ്ച് ചെയ്യുന്നതോറും അതിൽ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോണ്ട് കളർ വൈറ്റ് ആക്കണം. നമുക്ക് റിപ്പോർട്ടിൽ കാണാതിരിക്കാൻ വേണ്ടിയാണ്. എവിടുന്നാണ് പിക്ക് ചെയ്തതെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയുള്ളൊരു റിപ്പോർട്ടിംഗ് സ്ട്രക്ചറിൻ്റെ വർക്കാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നിട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് വേണ്ടത് അതെല്ലാം ഡ്രോപ്പ് ഡൗൺ ചെയ്യാൻ സാധിക്കും ഇവിടെ. ഇപ്പോൾ ഞാൻ ഓരോ ഇതും
ഓരോ ഐറ്റം വൈസും ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയും എമൗണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇത് വളരെ ക്വിക്കായിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് വലിയ വലിയ ഡാറ്റാസിനൊക്കെ ഇതുപോലെ വളരെ ഈ എല്ലാ ഡാറ്റയും റിപ്പോർട്ട് ഫിൽറ്റർ ചെയ്യാതെ നമുക്ക് ഓരോ ബ്രാൻഡ് വൈസും ഓരോ ഐറ്റം വൈസും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ വരുന്ന പല സിനാരിയോസിൽ മൾട്ടിപ്പിൾ ബ്രാൻഡോ മൾട്ടിപ്പിൾ സബ് കാറ്റഗറിയോ പ്രൊഡക്റ്റ് കാറ്റഗറിയോ വരുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ക്വിക്കായിട്ട് തന്നെ നമുക്ക് റിപ്പോർട്ട് കണ്ടെത്താൻ ഈ ഫോർമുല ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.